ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീനൂസ് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റോൾഡ് കവറിങ്ങിൻ്റെ പല സാധനങ്ങളും ഉണ്ടാവും. മാല, വള, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് പുറത്ത് കൊടുത്ത് മുക്കിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ സൂപ്പറായിട്ട് വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മാല, നിങ്ങളുടെ മാല നമ്മൾ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് അതിൽ ക്ലാവ് പിടിച്ച പോലെ കളറായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താ ഇതുപോലെ ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് ഇതിലേക്ക് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെടുക്കുന്നത് ഏത് സാധനങ്ങളാണെങ്കിലും, അതായത് പാദസരമോ വളയോ മാലയോ എന്താണെങ്കിലും അതിന് ഫസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. കേട്ടോ, ഈ മാല നന്നായിട്ട് കറുത്തിരിച്ചിട്ടുള്ള മാലയാണ്. അപ്പം നമുക്കിതിലേക്കൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ആ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള മാലയിലേക്ക് നമ്മൾ ആ ബാക്കിയുള്ള ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ 2-3 ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പകുതി കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു മാല മാത്രമല്ലേ ഉള്ളൂ, അത് കാരണം നമ്മൾ ഒരു പകുതി ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് എല്ലായിടത്തേക്കും ആ മാലയിലേക്ക് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് നമുക്കതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ മാലയും അതുപോലെ ആ ചെറുനാരങ്ങയുടെ നീരും ഒരു 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ നാരങ്ങയുടെ തോല് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ചെറുനാരങ്ങയുടെ നീരെല്ലാം നമ്മുടെ ആ മാലയിലേക്ക് ചെന്ന് അതിൻ്റെ അഴുക്കുകളെല്ലാം ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ഒരു 5 മിനിറ്റ് അതിനെ ഒന്ന് തിളപ്പിച്ച് ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നന്നായിട്ട് മാലയുടെ കളറിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മാല ഒരു നല്ലൊരു ബൗളിലേക്ക് ഇട്ട ശേഷം നമുക്കിതിന് ഒരു ടൂത്ത് പേസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഏത് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും ഇതിന് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഈ മാലയിൽ നന്നായിട്ടൊന്ന് തേച്ച് ഉരച്ച് കഴുകി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഇതിനെ ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ മാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകി അതിൻ്റെ പതയൊക്കെ ഒന്ന് കളഞ്ഞിങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ മാലക്ക് നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഴയ കണ്ട ഒരു മാലയല്ല ഇത്. ഞാൻ അതിൻ്റെ ഒരു നേരത്തെ പിക്ക് ഞാൻ എൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. ഇപ്പം തന്നെ നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1-2 പ്രോസസ്സിങ് കൂടിയിട്ട് ഇതിൽ ബാക്കിയുണ്ട്. അങ്ങനെ കൂടി ചെയ്താലാണ് നമ്മുടെ ഈ മാല നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മളിതാ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരല്പം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ മാല അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഗ്യാപ്പുകളിലേക്കൊക്കെ നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ അഴുക്കൊക്കെ പോയി അതിലേക്ക് നല്ലൊരു കളർ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. നിങ്ങൾക്ക് ഈ മാല ഇപ്പോൾ കാണുമ്പോൾ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് ഇത് നല്ലൊരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ച് കളയണം. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു കോട്ടൺ തുണി എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ മാല വെച്ച ശേഷം നമ്മളിതിലേക്ക് ഒരു അല്പം പൗഡർ ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള പൗഡർ, ഞാനിപ്പോൾ നമ്മുടെ ഹിമാലയയുടെ ബേബി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഒരല്പം ഇട്ടിട്ട് ഇതിനെ നല്ലപോലെ കൈ കൊണ്ട് ഇതുപോലെ ചെയ്ത് നമ്മളെ മാലയിൽ നന്നായിട്ട് ഒന്ന് പിടിപ്പിക്കുക. അതായത് നമ്മുടെ ആ മഞ്ഞപ്പും ഓവർ കളർ വന്നതാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ ഇതുപോലെ വേർപ്പൊക്കെ തട്ടിയ സ്ഥലം നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് ഇതുപോലെ കഴുകിയ ശേഷം ഇച്ചിരി പൗഡർ ഇട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ അത് നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം. അതായത് കളറൊന്നും പോവാതെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ മാല ഇപ്പം നമ്മൾ നമ്മുടെ പൗഡറിലിട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ മാത്രം ഒരല്പം വെള്ളത്തിൽ ജസ്റ്റ് ഇതിനതാ ഇതുപോലെ ഒന്ന്
കഴുകിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാല അടിപൊളി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മാലയല്ല ഇത്, നല്ല പോലെ ഇത് ഒരു പുതിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്ത് വെച്ചിട്ട്, അതായത് പുറത്ത് കൊടുത്ത് മുക്കിക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മളിത് പുറത്തൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം എടുത്തിട്ടൊക്കെയാണ് നമുക്കിത് തിരിച്ച് കിട്ടാറ്. അപ്പോൾ ഇതാ നമ്മുടെ മാല നല്ല അടിപൊളിയായിട്ട് പുതിയതുപോലെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.